1947 ഓഗസ്റ്റ് 15 രാജ്യത്തെ കോടാനുകോടി മനുഷ്യരുടെ പ്രാർത്ഥനയുടെ പ്രയത്നങ്ങളുടെ സാക്ഷാത്കാരം. ബ്രിട്ടീഷ് ചങ്ങലകളുടെ കെട്ടുപൊട്ടി പാരതന്ത്രത്തിൻ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക്. മനുഷ്യരോടൊപ്പം ഓരോ മൺതരികളും മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം മുഴക്കി. എന്നാൽ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സുദിനങ്ങളായി മാറേണ്ട ദിനരാത്രങ്ങൾ എത്ര പെട്ടെന്നാണ് കലുഷിതമായത്. തെളിഞ്ഞ ആകാശത്തിനുമേൽ വിഭജനത്തിൻ്റെയും അക്രമത്തിൻ്റെയും അസ്വസ്ഥതയുടെയും കരിനിഴൽ വന്നു മൂടി. ദിക്കറിയാതെ മുട്ടിനിന്ന ഭാരത മുസൽമാന്മാർ അധിപൻ നഷ്ടപ്പെട്ട സൈന്യങ്ങളെപ്പോലെ ഭയന്നു നിന്നു. ഒന്നുകിൽ ജിന്ന വഴി, അല്ലെങ്കിൽ നെഹ്റു വഴി. ചരിത്രമുഹൂർത്തങ്ങൾ ചലനമറ്റ് നിൽക്കുമ്പോഴാണ് കാരുരുമ്പിൻ്റെ കരളുറപ്പുള്ള സാത്വികൻ, വന്യവയോധികൻ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ വാക്കുകൾ അന്തരീക്ഷത്തിൽ ഉയർന്നത്. ഇഷ്ടാനിഷ്ടങ്ങൾ മറക്കാം, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യം, നമുക്ക് നമ്മുടെ ഇന്ത്യ. ഇന്ത്യൻ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ആകുലതകൾ ഇനി നിങ്ങൾക്ക് വേണ്ട. രാജ്യസ്നേഹം ഓരോ മുസൽമാന്റെയും വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. വാക്കും പ്രവൃത്തിയും ഒന്നായിരുന്നു ഖായിദെ മില്ലത്തിന്. ദാരിദ്ര്യത്തിൻ്റെയും അവഗണനയുടെയും നടുവിൽപ്പെട്ടുഴലുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്താനും അവരുടെ അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ഖായിദെ മില്ലത്ത് എന്ന ത്യാഗപുരുഷൻ ഉണർന്ന് പ്രവർത്തിച്ചു. രാപ്പകലുകളില്ലാതെ, ദിക്കും ദിശയുമില്ലാതെ, തൻ്റെ ആരോഗ്യവും അവശതയും പരിഗണിക്കാതെ അനന്തമായ യാത്ര. ആവശ്യത്തിലേറെ തിരിച്ചടികൾ. ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സ്വീകരിക്കാനായില്ല. ദുരിതപൂർണമായ ജീവിതത്തിൻ്റെ തടവറകളിൽപ്പെട്ടവർക്ക്, മരിച്ച് ജീവിക്കുന്നവർക്ക് മാറ്റത്തിൻ്റെ വഴി വിലക്കപ്പെട്ട കനിയായി മാറി. എന്നാൽ കാലാന്തരങ്ങളിൽ മാറ്റത്തിൻ്റെ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ഉത്തരേന്ത്യയിൽ മുഴങ്ങാത്ത വിപ്ലവ കാഹളം ദക്ഷിണേന്ത്യയിൽ 8 ദിക്കും മുഴങ്ങി. സംഘബോധത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഉള്ളുറപ്പിൽ വിശ്വസിച്ചു പോന്ന പ്രവാചക പരമ്പരയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സമൂഹം ഉണർന്നു തുടങ്ങി. സമൂഹത്തെ നയിക്കാൻ സമുന്നതരായ നേതാക്കളും ഉണ്ടായി. ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും സീതി സാഹിബുമായിരുന്നു ഈ ധീര നേതാക്കൾ. ഇവർ നയിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വം നേടിയെടുക്കാനായ അനശ്വര പ്രസ്ഥാനം. വിറകുവെട്ടുകളും വെള്ളം കോരികളുമായി ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അറിയപ്പെടാതെ പോകുമായിരുന്ന ഒരു സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറെ പങ്കുവഹിച്ച മഹത് വ്യക്തിത്വങ്ങളിൽ മറ്റൊരു പേരുണ്ട്, CH മുഹമ്മദ് കോയ. ക്രൈസ്തവ ഹിന്ദു മുസ്ലിം എന്ന മതേതര ഭാവത്തിൻ്റെ പ്രതീകമായ CHM കോയ. സ്വപ്നം കാണാൻ പോലും അവകാശമുണ്ടായിരുന്നില്ല മുസ്ലിം സമുദായത്തിന്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ ലീഗുകാർക്കാവില്ല എന്നായിരുന്നു വിധിയെഴുത്ത്. വിദ്യ അഭ്യസിച്ചാൽ വിവരമുണ്ടാകുമെന്നും വിവരമുണ്ടായാൽ ലീഗിൽ അണികൾ ഉണ്ടാവില്ലെന്നും ചിലർ കണക്കുകൂട്ടി. ഇത്തരം ജൽപ്പന സിദ്ധാന്തങ്ങൾക്ക് കാലം മറുപടി നൽകിയത് കനത്ത ഭാഷയിലായിരുന്നു. സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ എന്നിവ അനുവദിക്കാൻ അധികാരമുള്ളവരും ഭരണാധികാരികളും ഈ സമുദായത്തിൽ നിന്ന് ഉദയം കൊണ്ടു. കപട ചരിത്രത്തിൻ്റെ പിൻബലം പറ്റുകയും ചരിത്രം പഠിക്കാതെ തോറ്റ ചരിത്രം കേട്ടിട്ടില്ലെന്ന് മുഷ്ടി ചുരുട്ടുകയും ചെയ്യുന്ന കേഡർ പാർട്ടികൾക്ക് പോലും ഇപ്പോൾ സംഘടനാ പ്രവർത്തനങ്ങളിൽ അടിപതറുകയാണ്. അപ്പോഴും വിവരസാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ രൂപമായ വാട്സപ്പിനും വൈബറിനും ഫേസ്ബുക്കിനുമൊപ്പം നിന്ന് പുതിയ കാലത്ത് ഒട്ടും ആശങ്കയില്ലാതെ ഭാവി ലോകത്തേക്ക് മിഴയുറപ്പിക്കുകയാണ് മുസ്ലിം ലീഗും KMCC-യും.
സമുദായ ശാക്തീകരണത്തിന് മതേതരത്വത്തിൻ്റെ മുഖം നൽകിയ, ഒരു പുരുഷായുസ് മുഴുവൻ കാരുണ്യ പ്രവർത്തനത്തിനും സാമുദായിക പ്രവർത്തനത്തിനും ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാൻ, അതെ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ജീവിച്ചിരിക്കുമ്പോഴും മരണാനന്തരവും ആ വലിയ മനുഷ്യൻ നന്മയുടെ വെളിച്ചം വിതറുകയാണ്. അദ്ദേഹം തുടങ്ങിവെച്ച കാരുണ്യ പ്രവർത്തനങ്ങളുടെ കൈവിളക്ക് കെടാതെ സൂക്ഷിക്കുകയാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ. ബൈത്തുർ റഹ്മ എന്ന കാരുണ്യ ഭവനം സംസ്ഥാനത്തിലെമ്പാടും ഉയർത്തപ്പെടാനുള്ള ഒരു ശ്രമത്തിലാണ് സംഘാടകർ. 1000 വീടുകളാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. മലപ്പുറത്ത് 300-ലേറെ വീടുകൾ അർഹരായവർക്ക് നൽകിക്കഴിഞ്ഞു. ഷാർജ KMCC കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജില്ലയിലെ 11 മണ്ഡലങ്ങളിലും ഓരോ വീട് എന്ന സ്വപ്ന പദ്ധതിയുമായി മുന്നോട്ടു പോകുകയാണ്. തലമുറകളെ അതിശയിപ്പിച്ച മഹാപുരുഷൻ CHന്റെ പേരിലുമുണ്ട് കനിവിൻ്റെ കൂടുകൾ. രോഗികൾക്ക് അഭയവും ആശ്രയവുമാകുകയാണ് CH കേന്ദ്രങ്ങൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ഭക്ഷണവും മരുന്നും സൗജന്യമായി നൽകാൻ ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യതയാണ് ബന്ധപ്പെട്ടവർ ഏറ്റെടുക്കുന്നത്. CH സെന്ററിന്റെ ശക്തി സ്രോതസ്സായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ആരംഭിച്ച ഡയാലിസ് സെന്ററിൽ പ്രതിമാസം 900 രോഗികൾക്കാണ് ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നത്. കോഴിക്കോട് ഇങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ കാരുണ്യ പ്രവർത്തനം ഏറെ വലുതാണ്. വേദന തിന്ന് നരകിക്കുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസവും ചികിത്സയും ഇവർ നൽകുന്നുണ്ട്. തീർന്നില്ല, മഞ്ചേരി, തിരൂർ, തൃശൂർ, തലശ്ശേരി, തളിപ്പറമ്പ് എന്നിവിടങ്ങളിലൊക്കെ സൗജന്യ സേവനത്തിൻ്റെ മാതൃകകൾ തീർക്കുകയാണ് CH സെന്ററുകൾ. സ്വയം ഉരുകി മെഴുകുതിരി പോലെ വെളിച്ചം പരത്തുന്ന പ്രവാസികൾക്കിടയിൽ KMCC പതിഞ്ഞ പാട്ടുപോലെ സ്നേഹത്തിൻ്റെ, സേവനത്തിൻ്റെ സങ്കീർത്തനമാവുകയാണ്. ഈന്തപ്പഴത്തിൻ്റെയും നാളികേരത്തിൻ്റെയും വിശുദ്ധമായ പാരസ്പര്യം പോലെ ഊട്ടിയുറക്കപ്പെട്ട ഇൻഡോ അറബ് ബന്ധം സുദൃഢമാക്കാൻ KMCCയുടെ പ്രവർത്തകർ ഊഷ്മള സ്നേഹമൂറുന്ന ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഇന്ത്യൻ പ്രവാസികളുടെ 35% അധിവസിക്കുന്ന UAEയുടെ ദേശീയ ദിനാഘോഷം KMCCയുടെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൊന്നാണ്. ദൈവത്തിൻ്റെ വിളിയാളം കേട്ട് പ്രവാസ ലോകത്ത് തന്നെ മരണത്തിലേക്ക് കുടിയേറേണ്ടി വരുന്ന ഹതഭാഗ്യരുടെ മയ്യത്ത് നാട്ടിലെത്തിക്കാനുള്ള സേവന പ്രവർത്തനങ്ങളും KMCCയുടെ ജീവകാരുണ്യ രംഗത്തെ മഹത്തായ സൽക്കർമ്മമാണ്. UAE KMCCയുടെ സേവ് എ ഹാർട്ട് സേവ് എ ലൈഫ് എന്ന പദ്ധതി എടുത്തു പറയേണ്ടതുണ്ട്. ഈ പദ്ധതിയിലൂടെ 200ഓളം പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യാനായി എന്നതും തിരിച്ചറിയേണ്ടതുണ്ട്. സാഹചര്യങ്ങളോട് പൊരുതി പരാജയപ്പെട്ട് ആരോരുമില്ലാതെ പോകുന്ന മെമ്പർമാരെ തുണക്കാനും KMCC മുൻപന്തിയിലുണ്ട്. KMCC മെമ്പർമാരുടെ ആശ്രിതർക്ക് 3 മുതൽ 5 ലക്ഷം രൂപ വരെ സഹായം നൽകുന്നുണ്ട്. ഇതുവഴി നിരവധി കുടുംബങ്ങളാണ് പൊതുജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. പ്രവാസികൾക്കിടയിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായി നിക്ഷേപ പദ്ധതി തുടങ്ങാനായതും വലിയ നേട്ടമായി KMCC കാണുന്നു. സുഹൃത്ത് വലയങ്ങളിൽ പ്രയാസം നേരിടുന്നവർക്ക് അത്താണിയും നാട്ടിലെ കുടുംബങ്ങൾക്ക് തണലായും KMCC മാറുകയാണ്. കണ്ണൂർ ജില്ലാ KMCCയും കാലഘട്ടത്തിൻ്റെ ചരിത്രപരമായ ദൗത്യ നിർവഹണത്തിന് തങ്ങളുടേതായ പങ്കുവഹിക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനുള്ള സ്കോളർഷിപ്പ്, യുവ മുന്നേറ്റത്തിനുള്ള വ്യക്തിത്വ വികസന ക്ലാസുകൾ, കരിയർ ഡെവലപ്മെൻറ്റ് ക്യാമ്പുകൾ, കുടുംബ സംഗമങ്ങൾ, നിർധരരായ കുടുംബങ്ങൾക്ക് മാസാന്ത പെൻഷൻ, ബാലസംഗമങ്ങൾ, നിയമസഹായ വേദികൾ, സർഗസദസ്സുകൾ തുടങ്ങിയവ കണ്ണൂർ ജില്ലാ KMCCയുടെ സേവന പ്രവർത്തനങ്ങളിൽ ചിലത് മാത്രമാണ്. മൺമറഞ്ഞുപോയ മഹാന്മാർ പറയാതെ പറഞ്ഞ ഒട്ടനവധി ജീവിത സന്ദേശങ്ങളുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ
തൻ്റെ സാന്നിധ്യം കൊണ്ടും മരിച്ചു പിരിഞ്ഞപ്പോൾ അസാന്നിധ്യം കൊണ്ടും ഏറെ അമ്പരപ്പിച്ചവരാണവർ. എത്ര വർഷം ജീവിച്ചു എന്നതിനപ്പുറം സഹജീവികൾക്ക് വേണ്ടി നാം എന്തു ചെയ്തു എന്നാണ് സ്വയം ചോദിക്കേണ്ടത്. പരോപകാരിയാവാം നമുക്കും KMCCയോടൊപ്പം.